നമ്മുടെ കഴിഞ്ഞ ദിവസം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ റൈറ്റ് സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്, നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ നമ്മൾ രണ്ട് രീതിയിലുള്ള കണക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പഠിച്ചതിനോട് നമ്മൾ ചേർത്ത് പറയാം. ഒന്ന്, ഒരു ആള് 2000 rupees 2000 രൂപ എല്ലാ മാസവും പിൻവലിക്കുകയാണ്. അത് ബിഗിനിങ്ങിലാണ് പിൻവലിക്കുന്നത്. മാസത്തിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഉണ്ട്. ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ആണ്, ഓരോ മാസത്തിന്റെയും തുടക്കത്തിലാണ് പിൻവലിക്കുന്നത്. അത് പിൻവലിക്കുന്നതിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു 12% പലിശ കൊടുക്കുക പറഞ്ഞിട്ടുണ്ട്. 12% ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ റൈറ്റ്സ്? ഇത് കണക്കാക്കുന്ന ഒരു കണക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ എക്സ് എന്ന് വിളിക്കുന്ന ഒരു പാർട്ണർ ആയിരിക്കാം, ഒരു വ്യക്തി, ഒരു പാർട്ണറാണ്. ഹി വിൽ ഡു ₹2000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ബിഗിനിങ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കണക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ 3 വഴികളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഒന്ന്, ടോട്ടൽ ഡ്രായിങ്സ് എത്ര വരും? ടോട്ടൽ ഡ്രായിങ്സ് ഇപ്പോൾ ഈ കണക്ക് ഇവിടെ മോളോട്ട് തന്നെ പറയാം. ടോട്ടൽ ഡ്രായിങ്സ് 2000 രൂപയാണ് ഒരു മാസമെങ്കിൽ ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അപ്പോൾ 24,000 രൂപയാണ് പിൻവലിച്ചിട്ടുണ്ട്. 24,000 രൂപയാണ് പിൻവലിച്ചിരിക്കുന്നത്. ആവറേജ് പീരീഡ് എന്ന് പറയുന്ന കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു. ബിഗിനിങ് ആണെങ്കിൽ എത്രയായിരിക്കും? നമ്മൾ 12 ഒരു മാസം ചേരുമ്പോൾ 13/2 എന്നാൽ 6.5 മന്ത്സ് ആണ്. 6.5 മന്ത്സ് ആണ്. പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഇൻട്രസ്റ്റ് ഓൺ പ്രൈസ് കണ്ടുപിടിക്കാം, ഒറ്റ വരി കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാം. അവിടെ 24,000 രൂപയ്ക്ക് എടുക്കാൻ 2000 പേരിൽ പോയി പരീക്ഷ നമുക്ക് കണക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 24,000 രൂപയ്ക്ക് എത്ര ശതമാനം വെച്ച്? 12% വെച്ച് 12 6 മാസത്തേക്കുള്ള പലിശ. അപ്പോൾ 24,000 rupeesന് വഴിയാണെങ്കിൽ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. 24,000 rupeesന് 12%, 12/100 into 6.5 divided by 12. ഇതാണ് ഞാൻ ഇവിടെ എഴുതിയ വഴി. അപ്പോൾ നമുക്ക് ഇവിടെ 12 നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 100 ക്യാൻസൽ ചെയ്യാം. 6 × 24 കണ്ടുപിടിക്കണം. 6.5 × 24 7 20 6 24 26 5 10 6 12 13 0 6 5 1. അപ്പോൾ 1560 രൂപയാണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഒരു വഴി കൂടെ കണ്ടുപിടിക്കുന്ന രീതി. 1560 രൂപ നമുക്ക് കിട്ടി. ഇത് തന്നെ നമുക്ക് വേറെ മെത്തേഡ് ചെയ്യാന്ന് പറഞ്ഞു. അതെന്താ? രണ്ടാമത്തെ മെത്തേഡ്. ഒരു മെത്തേഡ്. രണ്ടാമത്തെ പഠിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡേറ്റ് ഓഫ് വിഡ്രാവൽ എഴുതും. എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ പറയുന്നു. ജനുവരി തുടങ്ങി ഡിസംബറിലാണ് അവസാനിക്കുന്നതെങ്കിൽ ജനുവരി മാസം 1-ാം തീയതി പിൻവലിക്കും. പിന്നെ ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1, മെയ് 1, ജൂൺ 1, ജൂലൈ 1, ആഗസ്റ്റ് 1, സെപ്റ്റംബർ 1, ഒക്ടോബർ 1, നവംബർ 1, ഡിസംബർ 1. ഇങ്ങനെ എല്ലാ മാസവും പിൻവലിക്കുന്നു. പിൻവലിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും എത്ര തന്നെയാണ്? 2000 ആണ്. അപ്പോൾ 2000 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 2000. പീരിയഡ് എന്ന് പറയുന്നത് ഇത് എമൗണ്ട് ആണ്, ഇത് ഡേറ്റ് ആണ്. അടുത്ത പീരിയഡ് എന്ന് പറയുന്നത് ജനുവരി മുതൽ വർഷം അവസാനിക്കുന്നവരെ 12 മാസം. അതായത് കിട്ടി ജനുവരി മൊത്തം, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒരു മാസം കഴിഞ്ഞിട്ടാകും 11 മാസം. ഇതൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. 10 9 8 7 6 5 4 3 2 1. ഓക്കെ, ഇത് നമുക്ക് ഓരോന്നിന്റെ പലിശ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പറയാൻ പോകുന്നത്. ആദ്യം കണ്ടുപിടിക്കുന്നത് 2000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. 2000 rupeesന് 12% വെച്ച് 12 മാസത്തെ പലിശ. ഇതാണ് പീരീഡ്. 12 മാസത്തേക്കുള്ള പലിശ കണ്ടുപിടിക്കുമ്പോൾ 0 0 2 0 2 0 12 2 24 240 രൂപ. അടുത്തെന്ന് പറയുമ്പോൾ 2000 രൂപ. വീണ്ടും 2000 രൂപയ്ക്ക് 12% വെച്ച് 12 11 മാസം. 11 പീരീഡ്. അപ്പോൾ 11 മാസത്തേക്കുള്ള പലിശ.
കണ്ടുപിടിക്കുമ്പോൾ 12 12 ക്യാൻസൽ ആയി 00 00 11 2 22 220 രൂപ 220. അടുത്തത് ഈ 2000 രൂപയ്ക്ക് 2000 ഇൻറ്റു 12/100 ഇൻറ്റു 10/12 ആണ്. ഇത് 10 ആണ്. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ 0 2 0 12 12 20 10 200 200. ഇങ്ങനെ എല്ലാം കണ്ടുപിടിക്കണം. ഞാൻ നമ്മുടെ കൈ ദിവസം കണക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടുപിടിക്കുന്നില്ല. ഇത് ഞാൻ ചെയ്തപ്പോൾ 250, ഇത് 220, ഇത് 200. കാരണം എല്ലാത്തിനെയും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 0 2 0 പോയിട്ടുള്ളത് കൊണ്ട് എല്ലാത്തിനും 2 0 പോകും. അപ്പൊ ഇനി ഇവിടെയും 2 0 ഉള്ളൂ. അപ്പൊ 20 20 18 180 രൂപ കണ്ടുപിടിച്ച് നോക്കണേ. 180 രൂപ. ഇതാകുമ്പോൾ 8 16 160 രൂപ. ഇതാകുമ്പോൾ 140 രൂപ. ഇതാകുമ്പോൾ 120 രൂപ. 2 10 100 രൂപ. 4 2 8 80 രൂപ. 3 2 6 60 രൂപ. 2 2 4 40 രൂപ. 1 2 2 20 രൂപ. ഇനി നമ്മൾ കണക്കി. ഇനി ആകെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടിയെടുത്താൽ ഈ 2000 പലിശ ഈ 2000 പലിശ ഓരോന്നിനും 10 10 നമ്മൾ പലിശ പിടിച്ച രീതിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ കണ്ടുപിടിക്കുമ്പോൾ 0 4 2 6 6 6 12 12 8 20 22 4 26 6 32 8 40 6 46 ശിഷ്ടം 4 5 6 7 8 9 11 13 15 1560. ആ മെത്തേഡ് ചെയ്തപ്പോഴും 1560, ഈ മെത്തേഡ് ചെയ്തപ്പോഴും 1560. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് നമ്മൾ ആദ്യമേ ഡേറ്റ് എഴുതി, എമൗണ്ട് എഴുതി, പീരീഡ് എഴുതി. ഇതില്ല. പ്രോഡക്റ്റ് മെത്തേഡ് പറയാൻ പോകാം. പ്രോഡക്റ്റ് മെത്തേഡ് പറയുന്നത് പ്രോഡക്റ്റ് മീൻസ് ഗുണനഫലം എന്നർത്ഥം. പ്രോഡക്റ്റ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, ഉൽപ്പന്നം എന്നുള്ള അർത്ഥമല്ല. പ്രോഡക്റ്റ് ഗുണനഫലം. രണ്ട് സംഖ്യ, ഒന്ന് 2000 ഒന്ന് 12 ആണ്. 12 2 24 24000. 11 2 22 22,000 20,000 18,000 16,000 14,000 12,000 10,000 8,000 6,000 4,000 2,000. ഇനി ഇത് കൂട്ടിയെടുക്കുക. എല്ലാത്തിലും 1000 30 കറക്റ്റ് ആയിരിക്കും. ഇവിടെ 4 2 6 6 6 12 12 8 20 22 4 26 6 32 8 40 42 4 46 4 5 6 7 8 9 11 13 15 ഇത്രയും കിട്ടും. ഇനി നമുക്ക് ഒറ്റ വരി ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിന്റെ സം അതിനോട് നോക്കാൻ SUM സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. മാസമായതുകൊണ്ടല്ല 1/12. ഇതെല്ലാം ഡേയ്സിലും വരാം. ഇപ്പൊ ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് 365 ദിവസം. പിന്നെ ജനുവരി 30 ദിവസം കുറച്ചിട്ട് ബാക്കി ഇങ്ങനെ എഴുതി. അതിന്റെ ആവശ്യം നോക്കില്ല, അതിനുള്ള നഷ്ടപ്പെട്ട കാര്യം നോക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ കണ്ടുപിടിക്കും. ഇതിന്റെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1,56,000 ഇൻറ്റു റേറ്റ് 12 ആണ്. 12/100 ഇൻറ്റു 1/12. ഇതാണ് കണക്ക്. സം ഓഫ് പ്രോഡക്ട്സ് 1,56,000 ആണ് സം ഓഫ് പ്രോഡക്റ്റിന്റെ ആകത്തുക. ഇൻറ്റു റേറ്റ് 10%, 12%. അപ്പൊ 12/100 ഇൻറ്റു 1/12. 12 നമ്മൾ കട്ട് ചെയ്താൽ 2 0 2 0 കട്ട് ചെയ്താൽ 1560. 3 മെത്തേഡ് നമ്മൾ കണക്ക് ചെയ്തപ്പോഴും ഉത്തരം ഒന്ന് തന്നെയാണ്. ഇതൊന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു കണക്കൂടെ ഇട്ട് പറഞ്ഞതേ ഉള്ളൂ, പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ 2000 രൂപ 5000 ചെയ്യാം, 10,000 ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇനി ബിഗിനിങ് വരെ എന്റെ ആണെങ്കിൽ എന്ത് വരും? ഇവിടെ ജനുവരി 31 ഫെബ്രുവരി 28 മാർച്ച് ഇങ്ങനെ മാസത്തിന്റെ അവസാനം വരും. എമൗണ്ട് എഴുതും. പക്ഷെ മാസം വരുമ്പോൾ ജനുവരി 31 ആയതുകൊണ്ട് അത് ആ മാസം എടുക്കില്ല. പിന്നെ നമ്മൾ എന്തെടുക്കും? ഇവിടെ നമ്മൾ എടുക്കുന്നത് 11 മാസം വരും. ആ മാസം ഇല്ലാത്തതുകൊണ്ട് 11 10 9 8 ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക. ഇതിനൊക്കെ നമുക്ക് എളുപ്പം എന്താണ്? ഈ മെത്തേഡ് ചെയ്യുന്നതാണ്. പിന്നെ മിഡിലാണെങ്കിൽ എല്ലാം എന്താണ്? നമുക്കിവിടെ 6 മാസത്തേക്കാണ്. അതായത് എല്ലാം ജനുവരി 15 ഫെബ്രുവരി 15 മാർച്ച് ഏപ്രിൽ എല്ലാം മാസം 15-ാം തീയതി 6 15-ാം തീയതി നമ്മളങ്ങനെ എടുക്കും. അപ്പൊ എല്ലാ മാസത്തിനും മിഡിലാവും. എന്നിട്ട് എമൗണ്ട് എഴുതുക. എന്നിട്ട് എല്ലാം ദശാംശം വരും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഈ മെത്തേഡിന് പകരം ഈ മെത്തേഡാണ് എളുപ്പം എന്നുള്ള ഞാൻ എന്ത് ചെയ്യാണ്? സ്ഥാപിച്ചതാണ്. പിന്നെ ക്വാർട്ടർ ആണെങ്കിൽ 4 പ്രാവശ്യമായിട്ടാണ് ബിൽ വിളിക്കുക. അപ്പോൾ ഒരു ക്വാർട്ടർ ആവും. അപ്പൊ അതിന് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ആണെങ്കിൽ 12 മാസമുണ്ട്. 12 + 9 + 6 + 3. എന്റെ ആണെങ്കിൽ 12 ഇല്ല, ബാക്കി 9 +
6+3+0 അപ്പോഴാണ് നമ്മൾ 7.5 4.5 ഒക്കെ നമുക്ക് കിട്ടിയത് ആവറേജ് പീരീഡ്. അത് വെച്ച് നമ്മൾ കണക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഈ മെത്തേഡ് ചെയ്യുന്നതാണ് എളുപ്പം. ഏത് ചെയ്താലും ഒരു ഉത്തരം തന്നെ കിട്ടും. പക്ഷെ ഇത് സമയം നമുക്ക് എന്ത് ചെയ്യും, വെറുതെ കളയും. ഇതിനേക്കാൾ സമയം പോകും മറ്റേതാണ്, ഓരോന്നും കണ്ടുപിടിക്കണം എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ മാസവും എന്ത് ചെയ്യുന്നില്ല, പൈസ പിൻവലിക്കുന്നില്ല. എല്ലാ മാസവും പൈസ പിൻവലിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പിൻവലിക്കുക. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു, ഏപ്രിൽ 1-ാം തീയതി ഒരു 50,000. പിന്നെ വന്നിട്ടൊരു ഏപ്രിൽ മെയ് ജൂൺ 30-ാം തീയതി ഒരു 20,000. പിന്നെ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 1-ാം തീയതി ഒരു 15,000. പിന്നെ വന്നിട്ട് നവംബർ ഡിസംബർ ജനുവരി 31 അന്നൊരു 25,000. പിന്നെ വന്നിട്ട് മാർച്ച് 31 അന്നൊരു 5,000. ഇങ്ങനെ 5 പ്രാവശ്യം പിൻവലിച്ചില്ലായിരിക്കും. ഏപ്രിൽ, ജൂൺ, ഒക്ടോബർ, ജനുവരി, മാർച്ച്. ഇത് അടുത്ത വർഷം ജനുവരി. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ എല്ലാ മാസവും ഇല്ല, 12% പലിശ വിചാരിക്കാം, 12% ആണ് ഇൻട്രസ്റ്റ്. എങ്കിൽ ഈ പിൻവലിച്ച ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ട്രാൻസ്ഫർ എത്ര ചാർജ് ചെയ്യും? അപ്പോൾ ഇതേപോലെ നമ്മൾ 2 പാഠം വരയ്ക്കുന്നു, ഒന്ന് ഡേറ്റ്, ഒന്ന് എമൗണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ഓരോന്നിനും കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം. പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് മെത്തേഡാണ്. പ്രോഡക്റ്റ് മെത്തേഡ് പീരീഡ് കണ്ടുപിടിക്കുന്നത്. പീരീഡ് കണ്ടുപിടിച്ചോളൂ. ഏപ്രിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്നതാണ് സാമ്പത്തിക വർഷമാണെന്ന് വിചാരിക്കുക. ഏപ്രിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷമാണ്. അപ്പൊ ഏപ്രിൽ മുതൽ മാർച്ച് വരെ എത്ര മാസമുണ്ട്? ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ മൊത്തമുണ്ട്. നമുക്ക് അറിയാം 12 അറിയാം. ഞാൻ പറയുകയാണ്, ഏപ്രിൽ 1 ആകുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അടുത്ത വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് 31 ആകുമ്പോൾ 12 മാസം. അപ്പൊ 12 പീരീഡ് എന്ന് പറയുന്നത്. 12. ജൂൺ 30 ആണെങ്കിൽ ജൂൺ ഇല്ല, ജൂൺ തീർന്നു. പിന്നെ ആ മാസം പലിശ ഈടാക്കില്ല. പിന്നെ ജൂലൈ മൊത്തം ഈടാക്കും. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മാസം ഈടാക്കും. അടുത്ത ഒക്ടോബർ 1 അപ്പോൾ ഒക്ടോബർ മാസം 1-ാം തീയതി ആ മാസം മൊത്തം നമ്മുടെ പൈസ പോയിരിക്കണം. ആ മാസത്തെ നമ്മൾ ഈടാക്കും. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം. അടുത്ത ജനുവരി 31. ഇപ്പം ജനുവരി ഇല്ല, ഫെബ്രുവരി, മാർച്ച് 2 മാസം. അടുത്ത മാർച്ച് 31 മാസമില്ല, 0. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പീരീഡ് കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് എളുപ്പം എന്താണ്, പ്രോഡക്റ്റ് എഴുതുക. പ്രോഡക്റ്റ് ഗുണനഫലം എന്നാണ് അർത്ഥം. ഇതിനെ ഇതൊന്ന് ഗുണിക്കുക. അപ്പോൾ 12 × 50,000, 12 × 60, 60 000 60,000. 9 × 2 18, 18 0 000 1,80,000. 1,80,000. 4 0 4 0. ഓക്കെ. ഇത് 12 × 60 പിന്നെ 4 0. അപ്പോൾ 6 ലക്ഷം വരില്ലേ? 12 × 60 പിന്നെ 4 0, 60 പിന്നെ 4 0. അപ്പോൾ 6 ലക്ഷം വരും. ഓക്കെ. 6 ലക്ഷം 1,80,000. ഇതാകുമ്പോൾ 15 6 90, 15 6 90, പിന്നെ ഒരു 3 0. അപ്പോൾ 90,000. 25 2 50, 50,000. 50,000 അത്രയേ ഉള്ളൂ. ഇത് 0. എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളാം. പറയുന്ന പ്രോസസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ 50,000-നെ 12 മാസത്തേക്ക് ഗുണിച്ചെടുക്കുമ്പോൾ നമുക്ക് 6 ലക്ഷം രൂപ കിട്ടും. കാരണം 15 × 60 പിന്നെ 3 0 അല്ല 4 0 വരും. അങ്ങനെ എമൗണ്ട് എഴുതി. 9 2 18, പിന്നെ ഒരു 2 4 0 എഴുതി. ഇവിടെ 15 6 90, 90 കൂടാതെ 3 0 എഴുതി. 25 2 കാൽക്കുലേറ്റർ കൂട്ടി എടുത്താൽ മതി. 25 2 50 0 എഴുതി. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടിയെടുക്കണം. എത്രയോ 9,80,000. 6 1 7 7 80 8 70 8 17 5 22 2 3 9 9 20 6 1 7 78 87 5 92 9,20,000 രൂപ.
നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കണം ഇൻട്രസ്റ്റ് ഓൺ പ്രൈസ് ഒറ്റ വരി പറയാം. എന്താണ് പറയുന്ന വാക്ക് എന്താണ്? സം ഓഫ് പ്രൊഡക്ട്സ് 9,20,000 ഇൻറ്റു റേറ്റ് എത്ര 12/10 ഇൻറ്റു എത്ര നാളത്തേക്ക്? ഒരു മാസം. എല്ലാം മന്തായിട്ട് എല്ലാ മാസത്തെ കണക്കാക്കി, ദിവസമാണ് ദിവസത്തെ കണക്കാക്കാം. 12,12,0,0 9,200 ഇതാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം നമുക്ക് അത്രയും പഠിക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ. നമ്മളിന്ന് പറയാൻ പറഞ്ഞ മെത്തേഡ് എന്താണ് പറയാൻ പറഞ്ഞ മെത്തേഡ്? ഡേറ്റ് എന്ന് പറയുന്നത് സിമിലാരിറ്റി ഇല്ല, തോന്നുമ്പോൾ പോലെ. ഇപ്പം നമ്മൾ കണക്കുകളുടെ എളുപ്പത്തിലാണ് ഏപ്രിൽ 1 ചിലപ്പോൾ ഏപ്രിൽ 15 ആയിരിക്കും. അപ്പം നമ്മൾ മാസം ഇടുമ്പോൾ 12.5 എന്നുള്ള വരെ എന്താവും 11.5 എന്നായിട്ട് മാറും. 12 വരെ 11.5 ആവും. ഏപ്രിൽ 15 ആണെങ്കിൽ അരമാസം ഒക്കെ പറയും. 11 പോലെ 5 മാസം അങ്ങനെ കണക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡേയ്സ് കണ്ടുപിടിക്കും. ഡേയ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏപ്രിൽ 1 ആകുമ്പോൾ പറയും ഏപ്രിലിൽ 30 ദിവസം, മെയ്യിൽ 31, അത് വലിയ പാടാണ്. ജൂണിൽ 30, ജൂലൈ 31, ആഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31, ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31. ഇതിലാണ് കൂട്ടിയെടുക്കണം. അപ്പൊ ഡേയ്സ് വരും. അപ്പൊ നമ്മൾ 1/365 ഇട്ട് ചെയ്യും. ആ ദിവസമാണ് 366 ഇട്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. ഇത് ഡേയ്സ് കണ്ടുപിടിക്കുന്ന ഇപ്പോഴേ പറഞ്ഞോളെങ്കിലും ആദ്യ വർഷത്തിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നുകൂടെ കേട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കണക്കുകൾ ചെയ്യാൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ മാസം 4 കോളങ്ങളാണ്. എന്നാണ് പിൻവലിച്ച ഡേറ്റുകൾ, എത്ര എമൗണ്ട് ആണ് പിൻവലിച്ചത്, 2 ചോദ്യത്തിൽ തരും, ക്വസ്റ്റ്യനിൽ തരും. പിന്നെ ഉള്ളത് പീരീഡ് കണ്ടുപിടിക്കുക. അത് ഏത് ഡേറ്റാണ്, ആ ഡേറ്റ് മുതൽ എന്നാണോ അക്കൗണ്ടിങ് ഇയർ എന്ത് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് ഡിസംബർ ആണെങ്കിൽ അത്, മാർച്ച് ആണെങ്കിൽ മാർച്ച് 31 വരെ എത്ര മാസമുണ്ടോ ആ മാസങ്ങൾ കൗണ്ട് ചെയ്ത് എഴുതുക. അതാണ് രണ്ടാമത്തെ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് എടുക്കുക. ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഇൻറ്റു പീരീഡ് ആണ് പ്രോഡക്റ്റ്. അത് കൂട്ടി അത് എന്ത് ചെയ്യുക, ഗുണിച്ചെടുക്കുക. പ്രോഡക്റ്റ് ഗുണന ഫലമാണ്. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ ഗ്രാൻഡ് ടോട്ടൽ എടുക്കുക, പ്രോഡക്റ്റിന്റെ ഗ്രാൻഡ് ടോട്ടൽ എടുക്കുക. എന്നിട്ട് ഒറ്റ വരി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് പ്രോഡക്ട്സ് ഇൻറ്റു, അത് വരി എഴുതണം, അല്ല എമൗണ്ട് എടുത്തിട്ട് ക്ലിയർ ചെയ്യരുത്. എങ്ങനെ കിട്ടിയത് നോക്കുന്നതിന് വ്യക്തമായിട്ട് മനസ്സിലാവണം. അപ്പോൾ സം ഓഫ് പ്രോഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 എന്ന് എഴുതണം. എഴുതിയിട്ട് സം ഓഫ് പ്രൊഡക്ട്സിന്റെ എമൗണ്ട് അങ്ങ് അപ്ലൈ ചെയ്യുക. റേറ്റ് 12/100 എഴുതുക. 10 ആണെങ്കിൽ 10/100, 8 ആണെങ്കിൽ 8/100, എത്രയാണോ അത്രയും ശതമാനം എഴുതുക. 7.7 എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ 7.5 ആണെങ്കിൽ 7.5 നിന്നിട്ട് കണക്ക് ചെയ്താൽ മതി. കാരണം 1/2 ഒക്കെ ഇട്ട് കണക്ക് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റ് പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ ദശാംശ സംഖ്യയായിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡെസിമൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കി കണക്ക് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റ് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ 12/100 ആണ് ഇൻറ്റു 1/12. ചില സമയങ്ങളിൽ 1/12 വരും, മന്ത് വരും. ചിലപ്പോൾ വീക്കാണെങ്കിൽ വീക്ക്, അത് നമുക്ക് എടുക്കേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും. പിന്നെ ഉള്ളത് സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് പറയുന്നില്ല. ഇപ്പോൾ ഒരു പാറ്റേൺ ഉണ്ടാവും. ഇപ്പോൾ ഈ മോഡൽ കണക്കിപ്പം നമ്മൾ വേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ആവശ്യം പോലെ കണക്കുകളുണ്ട്. അതെടുത്ത് എന്ത് ചെയ്യുക, നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യം പോലെ കണക്കുകൾ കിട്ടും. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്തരത്തിലുള്ള കണക്കുകൾ ചെയ്തിട്ടുണ്ട്, ധാരാളമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒറ്റ വലിയ ചെയ്യുന്ന രീതിയിലുള്ള കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ പല പല എമൗണ്ടുകൾ പല പല സമയങ്ങളിൽ പിൻവലിച്ചിരിക്കുന്ന കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പരതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ നിങ്ങൾ കൂടുതൽ അതിനകത്ത് എന്ത് ചെയ്യും, ഹൃദ്യസ്ഥമാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് വരുമ്പോൾ നമുക്ക് 2 മെത്തേഡ് പഠിച്ചാൽ മതി. ഒന്ന് ഇതേപോലുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അതിൽ ആവറേജ് പീരീഡ് മാത്രം ഓർമ്മിച്ചോളണം. മിഡിലാണെങ്കിൽ 6, ആവറേജ് പീരീഡ് 6 മന്ത്സ്. മന്തിന്റെ ബിഗിനിങ് ആണെങ്കിൽ 6.5, എൻഡ് ആണെങ്കിൽ 5.5. ക്ലിയർ ആവുന്നില്ലേ? അതുപോലെ തന്നെ ക്വാർട്ടറിന്റെ ബിഗിനിങ് ആണെങ്കിൽ എത്ര, 7.5, മറ്റാണെങ്കിൽ 4.5. ഇത് കണക്കാക്കിയിട്ടുള്ള ആ ഫോർമുല പഠിച്ചു വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇത് നിങ്ങളുടെ റേറ്റ് തരുമല്ലോ. എമൗണ്ട് നമുക്ക് ഇതുവരെ കണ്ടുപിടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ഇവിടെ എത്ര എമൗണ്ട് ആണ് കണ്ടുപിടിക്കുക. ഈ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രൈസ് എഴുതിയിട്ട് വേണം ആവറേജ് പീരീഡ് കണ്ടുപിടിച്ചെടുക്കാൻ. ഈ മെത്തേഡ് ആണെങ്കിൽ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഒരു മാസത്തേക്കുള്ള പലിശ ചെയ്യാൻ കണ്ടുപിടിക്കാൻ. ഇത്രയും വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ ഒരു കണക്കൂടെ ഞാനിട്ട് പറഞ്ഞത്. ഇനി വേറെ കണക്ക് പറയുന്നത് എങ്ങനെയാണ്, ലാസ്റ്റ് മെത്തേഡ് അതാണ്. ഒരാളൊരു 5,000 രൂപ പിൻവലിക്കുന്നുണ്ട്. അയാൾക്ക് 12% പലിശ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ മാസവും അയാൾ 5,000 രൂപ പിൻവലിക്കും. ബിഗിനിങ് ആണെന്ന് പറയുന്നില്ല, എൻഡ് ആണെന്ന് പറയുന്നില്ല, മിഡിലാണെന്നൊന്നും പറയുന്നില്ല. 5,000 rupees അയാൾ എല്ലാ മാസവും പിൻവലിക്കും. 5,000 രൂപ വെച്ച് അയാൾ എല്ലാ മാസവും പിൻവലിക്കും, 12% പലിശ. എങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര നമ്മൾ ഈടാക്കണം, ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വഴി ഇതുപോലെ 3 വേരിയബിൾ എഴുതാം.
ടോട്ടൽ ഡ്രായിങ്സ് 5000 വെച്ചാൽ 12 മാസത്തേക്ക് 15 60. അപ്പോൾ നമ്മൾ 5000 ഇൻറ്റു 12 60,000. 60,000 ആകെ ഡ്രായിങ്സ്. 60,000 ആകെ ഡ്രായിങ്സ്. രണ്ടാമത്തെ ഒരു ആവറേജ് പീരീഡ്, അവിടെ ഒരു വിഷയം കൃത്യമായിട്ട് ഡേയ്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ബിഗിനിങ് ആണെന്നോ എൻഡ് ആണെന്നോ മിഡിൽ ആണെന്നോ പറയുന്നത് എല്ലാ മാസവും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 6 months ആയിട്ട് കണക്കാക്കണം. ശരാശരി 6 മാസം. അപ്പൊ നമ്മൾ പറയും 6 months. തരാത്രി കണക്കിന് 6 മാസമാണ് ആവറേജ് പീരീഡ്. 6 months. പിന്നെ നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രായിങ്സ് ഈസ് ഈക്വൽ ടു 60,000 ഇൻറ്റു എത്ര ശതമാനം? 12% ആൻഡ് 12% ഇൻറ്റു എത്ര? 6/12. 12 00 6636 പലിശ നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രായിങ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പഠിക്കുന്നത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി അത് നമുക്ക് എങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഗ്യാരണ്ടി എങ്ങനെ നമുക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെ കൊടുക്കാം, ഇതാണ് നമ്മൾ പഠിക്കാറുള്ളത്. മിനിമം ഗ്യാരണ്ടി. ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമിനകത്ത് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. 2 partners, 2 പേരാണ്. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. They sharing profits and loss in the ratio of 2:1 എന്ന് വിചാരിക്കുക. 2:1 ആണ് അവരുടെ അനുപാതം. എന്ന് പറഞ്ഞാൽ 2ഉം 1ഉം കൂടെ 3 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 2/3 ഒരാൾക്കും 1/3 അടുത്ത ആൾക്കും. ഇതാണ് അവരുടെ റേഷ്യോ. അവരൊരു പാർട്ണർ എടുക്കുകയാണ് സി. എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുകയാണ്, നിനക്ക് ഞങ്ങളുടെ ഭാവിയിൽ 1/4 ഷെയർ തരാം, 4 ഷെയർ നിനക്ക് തരാം. മാത്രമല്ല ഒരു 20,000 rupees ഗ്യാരണ്ടി പറഞ്ഞു. എന്തായിരിക്കും? 20,000 ഗ്യാരണ്ടി. എന്താണ് ഈ ഗ്യാരണ്ടി ഉദ്ദേശിക്കുന്നത്? ഇഫ് ഇൻ എനി ഇയർ ഇഫ് there is അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ലെസ് ദാൻ ₹20,000, ഏതെങ്കിലും വർഷം അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയാൾക്ക് വീതം കൊടുക്കുമ്പോൾ, അയാൾ 1/4 കൊടുക്കുമ്പോൾ 20,000 കുറഞ്ഞാൽ, റേഷ്യോ വെച്ച് വിധിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് ഒരു 15,000 rupees ഉള്ളു എങ്കിൽ അതിന് നമ്മൾ 20,000 ആക്കി കൊടുക്കും. ഒരിക്കലും അയാൾക്ക് 20,000 കുറയില്ല. അതാണ് മിനിമം ഗ്യാരണ്ടി. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 ആണ്. അപ്പോൾ 1/4 അനുസരിച്ച് കണ്ടുപിടിച്ചപ്പോൾ 15,000 ഉള്ളൂ. അപ്പോൾ അതായത് 60,000 രൂപയാണെന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ലാഭം മൊത്തം 60,000 രൂപ. 60,000 1/4 പറയുമ്പോൾ 15,000 രൂപയാണ് ലാഭം. 15,000 കൊടുക്കാൻ പറ്റും. പക്ഷേ അയാൾക്ക് മിനിമം ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത് 20,000 ആണെങ്കിൽ അയാൾക്ക് 5,000 കൂടെ കൊടുത്തേ പറ്റൂ. ഈ 5,000 എന്ന് പറയുന്നത് ചിലപ്പോൾ എ മാത്രം കൊടുക്കാന്ന് പറയും. അത് എത്ര കുറവ്? 5,000 രൂപ. അത് എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കുറച്ചിട്ട് ഞാൻ നിനക്ക് തരും. അപ്പൊ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് നമ്മൾ ലാഭം വിധിച്ചു കൊടുക്കുന്നത്. അവിടെ നമ്മൾ വരവും ചെലവിനെ എഴുതിയതിനു ശേഷം ബാക്കിയുള്ള ലാഭം നമ്മൾ വിധിച്ചു കൊടുക്കുമ്പോൾ ഈ ലാഭം വിധിക്കുന്ന അവസരത്തിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇയാൾക്ക് 15,000 രൂപ. അപ്പോൾ 15,000 എഴുതിയിട്ട് 5,000 രൂപ കൂടെ ചേർത്ത് ഇയാൾക്ക് 20,000 രൂപ. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ലാഭത്തിൽ ഏത് പ്രോഫിറ്റ് എത്ര ഉണ്ടോ അതിന് എത്ര കുറയ്ക്കുകയും ചെയ്യും? 5,000 കുറയ്ക്കും. പിന്നെ 5,000 എടുത്ത് ഇയാൾക്ക് കൊടുക്കുന്ന അത്രയും. ചില സമയങ്ങളിൽ പറഞ്ഞിരിക്കും എയും ബിയും കൂടെ സാക്രിഫൈസ് ചെയ്യാം, എയും ബിയും കൂടെ കൊടുക്കാം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പറയും അവരുടെ പഴയ റേഷ്യോ വെച്ചിട്ട് കൊടുക്കാം, 2:1 എന്ന റേഷ്യോ കൊടുക്കാം, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് കൊടുക്കാം. ചോദ്യത്തിൽ പറയും ഈക്വൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 2,500 അവരെന്ന് പറയും. ആ 2,500 ചേർത്ത് 5,000 രൂപ ചേർക്കുമ്പോൾ ഇയാൾക്ക് 20,000 രൂപ. അത്രയും. അല്ലെ ഈ റേഷ്യോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2:1, 5,000 2:1 ആയിട്ട് വീതിച്ചിട്ട് ആ ഒരു ഭാഗം 2/3 ഒരാൾ കൊടുക്കും, 1/3 ഒരാളെ എന്ന് പറയും. 2 കൂട്ടുമ്പോൾ 5,000 രൂപ അത് ഇയാൾക്ക് കൊടുക്കും. ഇതാണ് മിനിമം ഗ്യാരണ്ടി. ഇതിപ്പോ ഇത് എവിടെ വരുന്നുള്ളൂ? നമ്മുടെ പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് നമ്മൾ വീതം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഗ്യാരണ്ടി ഉള്ള കൊടുക്കുന്ന പാർട്ട്ണർക്ക്, ഗ്യാരണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന പാർട്ട്ണർക്ക് എന്തെങ്കിലും കാരണവശാൽ ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ വി ആർ അണേബിൾ ടു ഗിവ് ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്. എപ്പോഴേ? വെൻ ഹി ഈസ് ഗിവിംഗ്, അല്ലെങ്കിൽ ഹി ഈസ് ഗിവിംഗ് ഹിസ് ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്. അയാൾക്ക് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ അയാളുടെ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടി ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ
ഡിഫറൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ബോൺ ബൈ all parties or any one of them in their agreed ratio. അവർ പറഞ്ഞിരിക്കുന്ന അനുപാതം അനുസരിച്ച് എന്തെങ്കിലും നമ്മൾ വീതിച്ചു കൊടുക്കണം. ഇതാണ് കണക്ക്. ഈ ഒരു കണക്ക് നമുക്ക് ഇത് ഇവിടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ വീതിച്ചു കൊടുക്കുന്ന ഏത് അക്കൗണ്ടാണ്? അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അത് ഓർമ്മയുണ്ടോ നമുക്ക് നോക്കാൻ പറ്റും ഇവിടെ. അപ്പൊ ഹെഡിങ് ഇങ്ങനെ എഴുതും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർ ദ year ending 31st date എഴുതുന്നു. particulars amount കോളം നമ്മൾ വരച്ചു. നമുക്കറിയാം പ്രോഫിറ്റ് ഉണ്ട് 60,000 രൂപ. ഞാൻ പറയില്ല 60,000 രൂപയുടെ ലാഭം എന്നുള്ള പറയും. ഇവിടെ നമ്മൾ വാഹനമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് നോക്കിയിട്ടാണ് ലാഭം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുതും നമ്മളെന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് എഴുതും 60,000 രൂപ ഉണ്ട്. ബാക്കി ചെലവെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി വേറെ ചെലവിനെ പറ്റി ചോദിച്ചിട്ട് പറയുന്നില്ല. ഒരു പക്ഷേ പറയാം ഇൻട്രസ്റ്റ് ഓൺ റൈസ് കൊടുക്കുന്നതിന് മുൻപാണെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് ഓൺ റൈസ് കണ്ടുപിടിച്ചിട്ട് അവരുടെ ക്യാപിറ്റൽ തന്നിരിക്കും, പലിശ തന്നിരിക്കും, അത് കണ്ടുപിടിച്ച് എഴുതിയിട്ട് ബാക്കിയുള്ള പൈസ കണ്ടുപിടിക്കണം. ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 60,000 തന്നെ ബാക്കി വരും. നമ്മൾ ഈ കണക്ക് അങ്ങനെ പറഞ്ഞത്. സാലറി ഉണ്ടെങ്കിൽ സാലറി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ കണ്ടുപിടിക്കും. അപ്പൊ ഏതാണോ എഴുതാത്തത് അത് എഴുതിയതിനു ശേഷം ഉള്ള ലാഭം വേണം തിരിച്ചു കൊടുക്കാൻ. അത് ഓർമ്മിച്ചോ. അങ്ങനെയുള്ള സമയത്തല്ല കൊണ്ട് വരയ്ക്കുന്നത്, പിയാരൽ അപ്രോപ്രിയേഷൻ കൊണ്ട് വരയ്ക്കുന്നത്. ഓക്കെ. അപ്പൊ 60,000 രൂപ ഞാൻ തിരിച്ചു നോക്കിയാണ്. 60,000 റുപ്പീസ് ഉണ്ട് ഇവിടെ. 60,000 റുപ്പീസ്. അപ്പോൾ ഇവിടെ എഴുതി 60,000 രൂപ 60,000 എഴുതി. വ്യത്യാസം 60,000 തന്നെ. ക്ലിയർ ആണല്ലോ. ലാഭം എന്ന് പറയുന്നത് പി ആൻഡ് അക്കൗണ്ട് നോക്കിയാൽ നമുക്കറിയാം. പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. പ്ലോട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. എല്ലാവർക്കും അറിയാം പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നെറ്റ് പ്രോഫിറ്റ് വരും. അങ്ങനെ വന്നാൽ അപ്രോപ്രിയേഷൻ ഡെബിറ്റ് സൈഡ് ആദ്യത്തെ പി ആൻഡ് അക്കൗണ്ട് ആണ്. ബാലൻസ് എന്ന വാക്ക് എഴുതുമ്പോൾ ഉപയോഗിക്കാറില്ല. കാരണം വേറെ അക്കൗണ്ട് ആയിട്ട് വരച്ചുകൊണ്ട് പി ആൻഡ് അക്കൗണ്ട് എഴുതി. അതിന്റെ എൻട്രി എങ്ങനെയാണ്? പി ആൻഡ് അക്കൗണ്ട് ഇട്ടിട്ട് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് എൻട്രി. ഓക്കെ. അപ്പൊ പി ആൻഡ് അക്കൗണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ബ്രാക്കറ്റ് കാണിച്ച് നെറ്റ് പ്രോഫിറ്റ് അത് 60,000 ആണ്. ഇനി നമ്മളിത് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്ന ആദ്യത്തെ വരി എന്ന് പറഞ്ഞാൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക എന്നാണ് ആദ്യത്തെ വരി. ന്യൂ റേഷ്യോ ആവശ്യം വരികയാണ്. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എയും ബിയും മാത്രമുള്ള റേഷ്യോ നമുക്കറിയാം. സി ഇവിടെ വന്നാൽ എന്തായിരിക്കും അവിടെ പുതിയ റേഷ്യോ അത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 2:1 അഥവാ 2/3:1/3. ഇതവരുടെ ഓൾഡ് റേഷ്യോ. ആർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇതിന് നമ്മൾ ആർക്ക് കൊടുക്കുന്നു? സിയുടെ ന്യൂ റേഷ്യോ നമുക്ക് അറിയാം. സി അഡ്മിറ്റ് ചെയ്തപ്പോൾ അയാൾ കൊടുത്തിരിക്കുന്ന ന്യൂ റേഷ്യോ എത്ര കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു? 1/4 എന്ന് പറഞ്ഞാൽ ഇതേപോലെ മനസ്സിലാക്കി എടുക്കണം. ഏതുപോലെ മനസ്സിലാക്കി എടുക്കണം? ഇതേപോലെ 1 ആണ്, മൊത്തം 1 ആണ്. റൗണ്ട് ആയാലും എന്തായാലും 1. അതിനെ ഞാൻ 4 ആക്കുന്നു. ഇത് ഒരു ഷെയർ 1/4. ഇത് അടുത്ത ഷെയർ, ഇത് അടുത്ത ഷെയർ. അറിയാൻ വേണ്ടി തിരിച്ചു വരച്ചിരിക്കുന്നത്. ഇത് 4 ഷെയർ ആയിട്ട് മാറ്റും. എത്ര ലാഭം ചെയ്യാൻ 4 ഷെയർ 4 ആയിട്ട് നമ്മൾ തിരിച്ചു വയ്ക്കുന്നു. അതിന് 1/4 ഇയാൾ കൊടുക്കാൻ പറഞ്ഞു. ആർ കൊടുക്കാന്ന് പറഞ്ഞു? സി 1/4 കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ എക്കും ബിക്കും കൂടെ ഇനി എത്ര കിട്ടും? 3 by എത്ര ഭാഗത്തിൽ? 4. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കി പരീക്ഷ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 1/4 കൊടുത്തു കഴിഞ്ഞാൽ 4ൽ 1 ഭാഗം കൊടുത്താൽ എത്ര ഭാഗമുണ്ട്? 4ൽ 3 ഭാഗമുണ്ട്. 5 ആണ് ഞാൻ 5ൽ 1 കൊടുക്കുന്നതെങ്കിൽ 5 ആയിട്ട് ചെയ്യുന്നതിന് 1 ഭാഗം കൊടുത്താൽ 5ൽ 4 ഭാഗം ബാക്കി. 4/5 എന്ന് പറയുന്നത് ബാക്കിയുണ്ട് ഇവിടെ. 4/5 ഷെയർ ബാക്കിയുണ്ട്. 10ൽ 1 ആണ് കൊടുക്കുക. 1/10 ആണ് കൊടുക്കുന്നതെങ്കിൽ 1/10 ആണ് കൊടുക്കുന്നതെങ്കിൽ 1/10 അതിൽ 1/10 1 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 9/10 ആണ് 2 പേരുടെ കിട്ടുന്നത്. 7/2 കൊടുക്കുകയാണ്. 2/7 കൊടുക്കുകയാണ്. അപ്പൊ 2/7 കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് 2 ഷെയർ കൊടുക്കും. ബാക്കി എത്രയുണ്ട്? 5/7 മൊത്തത്തിൽ 7. 5/7 ആണ് ഇവർക്കുള്ളത്, പഴയ ആൾക്കാർക്കുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മാത്സ് ചെയ്താലൊക്കെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? മൊത്തം 1 ഷെയർ 1/4 കൊടുക്കുന്നു. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഛേദം എന്ന് പറയുന്നത് എന്താണെങ്കിൽ 4 ആണെങ്കിൽ പറയും 4/4 ആണല്ലോ കംപ്ലീറ്റ്. 4/4 - 1/4 = 3/4 എന്ന് കണ്ടുപിടിച്ചാലും മതി.
ആ വഴിയുടെ ആവശ്യമില്ല, നമ്മൾ മനസ്സിലാക്കി എടുക്കുക. 1/4 കൊടുത്താൽ ബാക്കി 3/4 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്റെ ചോദ്യം. കമ്പൈൻഡ് ഷെയർ എത്ര? കമ്പൈൻഡ് ഷെയർ ഓഫ് എ ആൻഡ് ബി എത്രയുണ്ട്? 3/4. മനസ്സിലായാലോ കിട്ടിയത്? 1/4 കൊടുത്തു ബാക്കി 3/4. ഇനി മൂന്നായിട്ട് വിധിക്കുന്നതെങ്കിലോ 1/3 കൊടുക്കുകയാണെങ്കിൽ ബാക്കി എത്രയുണ്ട്? 2/3. 1/3 ആണെങ്കിൽ 3 1 ആണ്. 1 ഷെയർ കൊടുക്കുകയാണെങ്കിൽ 1/3 ആണെങ്കിൽ ബാക്കി 2/3 നമ്മൾ പറയും. എത്രയായാലും എത്രയോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും 3/4 ഉണ്ട്. ഈ 3/4നെ അവരെങ്ങനെ വിധിക്കും? ഇതിനെ അവരെങ്ങനെ വിധിക്കും? അവരുടെ പഴയ റേഷ്യോ, വേറെ പറയാത്തതുകൊണ്ട് അവരുടെ പഴയ റേഷ്യോ 2:1 ആയിട്ട് വിധിക്കും. എങ്കിൽ ഈ പറഞ്ഞേക്കുന്ന എയുടെ ഷെയർ എത്ര? എയുടെ ന്യൂ ഷെയർ അല്ലെങ്കിൽ ന്യൂ റേഷ്യോ എത്രയുണ്ട്? ഈ 3/4ന്റെ അതായത് രണ്ടുപേരുടെ കിട്ടുന്ന ഈ മൊത്തം ഷെയറിന്റെ എത്ര? 2/3 വരാം. അതായത് എക്ക് ഈ 3/4 ആണ് രണ്ടുപേരുള്ളത്, അതായത് കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്നത്. ആ കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്നതിന്റെ എത്ര ഭാഗം? 2/3 വരാം. 3/3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2/4 അയാൾക്ക് കിട്ടും. അടുത്ത ബിയുടെ ഷെയർ എത്ര? ബിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് രണ്ടുപേരും കിട്ടുന്ന 3/4ന്റെ എത്ര? 1/3 എന്ന് പറയുമ്പോൾ 1/4 അയാൾക്ക് കിട്ടും. അപ്പൊ 3 പേരുടെ ന്യൂ റേഷ്യോ സിയുടെ നേരത്തെ തന്നിരുന്നു, എയുടെ നമ്മൾ കണ്ടുപിടിച്ചു, ബിയുടെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു ന്യൂ റേഷ്യോ ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി. ന്യൂ റേഷ്യോ ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു എത്ര? എയുടെ ആദ്യം പറയണം 2/4 ഇൻറ്റു ഈസ് ടു 1/4 ഈസ് ടു 1/4. എല്ലാം കൂട്ടപ്പോൾ എല്ലാം ചേർന്ന് ഒന്നില്ല. അപ്പോൾ നമ്മൾ എഴുതാം 2:1:1 അതാണ് റേഷ്യോ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കേണ്ടത്. റേഷ്യോയിൽ പുതിയതായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. അതിന് ഇത്രയും ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇതൊന്നും പരീക്ഷ വരച്ചൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അതിനാണ് എളുപ്പ വഴി പറഞ്ഞത്. 5 ഷെയറിൽ 2 കൊടുത്താൽ ബാക്കി 5 ഷെയറിൽ 3 ഷെയർ, അപ്പോൾ 3/5 ബാക്കിയുണ്ട്. 5 ഷെയറിൽ 3 കൊടുത്താൽ 2/5 ബാക്കിയുണ്ട്. ഇത് കണ്ടുപിടിക്കും. നമുക്ക് ഈ വഴിയുടെ ആവശ്യമില്ല, ഈ കുറയ്ക്കുന്നതിൻ്റെ കാര്യം പഠിക്കേണ്ട, ഇതുപോലുള്ള ടേബിളൊന്നും വേണ്ട. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ കണക്ക് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം ഇതുപോലെ ഒരാൾക്ക് 1/4 കമ്പൈൻഡ് ആയിട്ട് എത്ര കിട്ടും? രണ്ടുപേർക്ക് ചേർത്ത് ബാക്കിയുള്ളവർ എത്ര കിട്ടും? ഇവിടെ 2 പേരാണ്, രണ്ടുപേർക്ക് ചേർത്ത് എത്ര കിട്ടും? എന്നിട്ട് അവരുടെ പഴയ റേഷ്യോ വെച്ചാൽ പഴയ റേഷ്യോ വിധിച്ചെടുക്കും. അല്ലെങ്കിൽ അവരുടെ റേഷ്യോ പറയുന്നത് ഈക്വൽ ആണെങ്കിൽ അങ്ങനെ ഈക്വൽ ആകുമ്പോൾ രണ്ടുപേർ കൂടെ ഈക്വൽ ആകുമ്പോൾ 1:1 ആയിട്ട് വിധിക്കും. 1/2 ആയിട്ട് വിധിച്ചെടുക്കുക. ഈ 2/3 സ്ഥാനത്ത് എന്ത് വരും? 1/2 എന്ന് വരും. അങ്ങനെയുള്ള കണക്കിലൊക്കെ വരട്ടെ. അത് നമ്മൾ അഡ്മിഷൻ ഉള്ള ചാപ്റ്റർ ഇനി പഠിക്കും. തൽക്കാലം മിനിമം ഇവിടത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ പിടിച്ചു വയ്ക്കുന്നു. റേഷ്യോ പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ആ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യുമ്പോൾ കണക്ക് ചെയ്ത് പഠിക്കാം. തൽക്കാലം മാത്രം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ 60 വിധിച്ചു കൊടുക്കണം. എക്ക് എത്ര, ബിക്ക് എത്ര, സിക്ക് എത്ര? എ ക്യാപിറ്റൽ, ബി ക്യാപിറ്റൽ, സി ക്യാപിറ്റൽ. ആകെ എമൗണ്ട് 60,000. നമ്മൾ ഡിവിഷൻ നടത്താൻ പോയത് അതിന്റെ 2/4 ആർക്ക് കൊടുക്കും? എക്ക് 2/4 എന്ന് പറയുമ്പോൾ 15 2 30,000 വരാം. 2/4 പകുതി 30,000 വരാം. ബിക്ക് എത്ര കൊടുക്കും? 60,000ന്റെ 1/4 15,000. സിക്ക് എത്ര തന്നെ? 60,000ന്റെ 1/4, അപ്പൊ അതും 15,000 രൂപ. 30 15 15 കണ്ടുപിടിച്ചാൽ ഞാൻ ഇവിടെ എഴുതും. ഒരാൾക്ക് 30,000, ഒരാൾക്ക് 15,000, ലാസ്റ്റ് പേഴ്സൺ 15,000. കറക്റ്റ് 15 5 30 60. പക്ഷേ ഇയാൾക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നു ഗ്യാരണ്ടി എത്ര കൊടുക്കാം? 20,000 രൂപ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇയാൾക്ക് 5,000 രൂപ കൊടുക്കണം. ഈ 5,000 രൂപ ഇവർ 2 പേരും കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവർ 2 പേരെയും കൂടെ നമ്മൾ കുറയ്ക്കണം. അതല്ല എ മാത്രം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്ക് നമ്മൾ എഴുതുമ്പോൾ എയുടെ 30,000-ന് 5,000 കുറയും. അപ്പോൾ എക്ക് ബാക്കി 25,000. ഇയാൾക്ക് മാറ്റമില്ല 15,000. ഇയാൾക്ക് 15 രൂപ 5 ചേർത്ത് 20,000. അത്രയോ മനസ്സിലാവുന്നുണ്ട്? ഇയാൾക്ക് 30,000 ഉണ്ട്. ആ 30,000-ൽ ഇയാൾ മാത്രമാണ് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. എ കൊടുത്തോളാം എന്നാണ് എഗ്രിമെന്റ് എങ്കിൽ എ എന്ന് പറയുന്ന ആളായിരുന്നു 5,000 പറയും. ഇങ്ങനെ 5,000 20,000 ഉണ്ട്. പക്ഷെ ഇവിടെ എത്ര വന്നിട്ടുള്ള കണക്ക് കൂട്ടിയപ്പോ 15,000 ഉള്ളൂ. അപ്പൊ വ്യത്യാസം എത്ര ഉണ്ട്? 5,000. ആ 5,000 ആര് കൊടുക്കണം? എ കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ എയുടെ കയ്യിൽ നിന്നും ഇപ്പൊ ഉള്ള കണക്ക് 30,000 രൂപ ഷെയർ. ആ 30,000 രൂപയിൽ 5,000 കുറച്ച് ബാക്കി 25,000 രൂപ അയാൾക്ക് കിട്ടും. അപ്പൊ അയാൾ കിട്ടുന്ന കൊണ്ട് 25,000 25,000 റുപ്പീസ് അയാൾക്ക് കിട്ടും. ഇയാൾ കൊടുക്കാത്തതുകൊണ്ട് അയാൾക്ക് മാറ്റമില്ല. ഇയാൾക്ക് ഇപ്പൊ 15,000 കൂടെ എത്ര കിട്ടും? ഇയാൾ 5,000 കൂടെ 20,000 അയാൾക്ക് കിട്ടും. അപ്പൊ കൂട്ടിയെടുക്കുമ്പോൾ 60,000 രൂപ. ഇതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ ഒരാൾ മാത്രം കൊടുത്ത കാര്യം ഞാൻ കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ.
അങ്ങനെയുള്ള കണക്ക് നിങ്ങൾ പുസ്തകത്തിനകത്തുണ്ട്. ഇനി ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് ചോദിക്കാം, എത്ര വ്യത്യാസമുണ്ടോ അത് ഈക്വലായിട്ട് കൊടുത്തേക്കാം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. The guaranteed amount in difference will be shared by A and B equally എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെ എത്ര ഉള്ളൂ? അപ്പോൾ നമുക്ക് 5000 രൂപയാണ്. അപ്പോൾ 5000 രൂപയാണെങ്കിൽ അതിന് ഈക്വൽ ആകുമ്പോൾ എത്ര വരും? 5000 into 1/2 ഈക്വൽ ആകുമ്പോൾ 1:1 1/2. അപ്പോൾ 2500 കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 5000 ബാക്കി 2500 എന്ന് പറഞ്ഞാൽ 30,000 രൂപ 30,000 കിട്ടുന്ന എക്ക് എത്ര പറയും? 2500 പറയും. ബാക്കി അയാൾക്ക് 27,500 അയാൾക്ക് കിട്ടും. ഇയാൾക്ക് 15,000 ഉണ്ട്, അയാൾക്ക് 2,500 പറയും. ബാക്കി 12,500 അയാൾക്ക് കിട്ടും. ഇയാൾക്ക് 2,500 2,500 അങ്ങനെ മൊത്തം 5,000 കിട്ടും. അപ്പൊ 15 20,000 രൂപ കൂട്ടിയെടുക്കുമ്പോൾ 60,000 വരാവും. 60,000 രൂപ ടോട്ടൽ. ഇത്ര രൂപ ക്ലിയർ ആവുന്നുണ്ടല്ലേ? അപ്പൊ അങ്ങനെയാണ് കൊടുക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ചോദ്യത്തിനകത്ത് ഇത് രണ്ടും അല്ലെന്ന് വിചാരിക്കാം. ഒരാൾ മാത്രമല്ല കൊടുക്കുന്നത്, രണ്ടുപേരും വേറൊരു റേഷ്യോയിലല്ല കൊടുക്കുന്നത്. അവരുടെ ഇപ്പോഴുള്ള റേഷ്യോ 2:1 കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മളൊരു 3 കണക്ക് ചെയ്ത എഫക്ട് ഉണ്ടായി കണക്ക് ചെയ്യുമ്പോൾ 3 രീതിയിലുള്ള കണക്കുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യത്തെ രീതി എന്തായിരുന്നു? ഒരാൾ മാത്രം കൊടുക്കുന്നു, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. 2 പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ റേഷ്യോ 2:1 ആണ്. ഒരാൾ കൂടെ എടുത്തു 1/4. അയാൾക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് 20,000. ടോട്ടൽ പ്രോഫിറ്റ് 60,000 രൂപ. ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ ആദ്യം പ്രോഫിറ്റ് എഴുതും. ഇവിടെ നമ്മൾ അവരോട് വീതിച്ചെഴുതുന്നു. ആരാണോ ഗ്യാരണ്ടി ഉള്ളത് അയാളെ നമ്മൾ കുറച്ചിട്ട് ബാക്കിയുടെ കാണിക്കും. അപ്പോൾ ഈ 60,000 എന്ന് പറഞ്ഞാൽ മനസ്സിൽ കാണും. അപ്പോൾ ഇവിടെ നമ്മൾ 60,000 രൂപ കുറച്ചുകൂടെ കാണിക്കും. അത് ഇവിടെ കുറച്ചിട്ട് 25,000 കൂടെ കാണിക്കുന്നു, 50,000 അങ്ങനെ കുറച്ച് കാണിച്ചാലും മതി, കുഴപ്പമില്ല. മൊത്തത്തിൽ 60,000 രൂപ, ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 30,000 ഇയാൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ 30,000 ബാക്കി 25,000, ഇയാൾക്ക് 15,000, ഇയാൾക്ക് 15 20,000 രൂപ എന്നെഴുതി നമ്മൾ 60,000 കൂട്ടി എഴുതും. ഇയാളുടെ ക്യാപ്പ് നമ്മുടെ കൂട്ടി പോലെ ഇവിടുത്തെ ക്യാപ്പിനും ഇവിടുത്തെ കൂടെ കൂട്ടി ഇവിടെ കാണിക്കും. അത് ആദ്യത്തെ മോഡൽ. രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ അതല്ല. എന്താണ് പറഞ്ഞത്? 2 പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ റേഷ്യോ ഇതാണ്. പുതിയ ആളെ എടുക്കുന്നു, ഇത്രയാണ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് 60,000 പ്രോഫിറ്റ്. എന്തെങ്കിലും ഗ്യാരണ്ടീഡ് എമൗണ്ടിനകത്ത് കുറവുണ്ടെങ്കിൽ അത് ഈക്വൽ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ 60,000 ചോദ്യത്തിൽ എഴുതി, പ്രോഫിറ്റ് ആയിട്ട് എഴുതി. 3 പേർക്ക് നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ച് വീതിച്ചു കൊടുത്തു. ആ വീതിച്ചു കൊടുത്ത ശേഷം എന്ത് ചെയ്യും? നമ്മൾ ഈക്വൽ വ്യത്യാസമുള്ള എമൗണ്ട് 15 20 കാണാം. അപ്പൊ 5,000 രൂപ ഈക്വൽ ആയിട്ട് വീതിക്കുമ്പോൾ 2,500 ഇയാളെന്ന് കുറച്ച് ബാക്കി 27,500, ഇയാളെന്ന് 2,500 ബാക്കി 1,500, ഇയാൾക്ക് 2,500 പ്ലസ് 2,500 പ്ലസ് 15,000 20,000 രൂപ. അങ്ങനെ നമ്മൾ കൂട്ടി 60,000 രൂപ എഴുതാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്ക് എന്താണ് പറയാൻ പോകുന്നത്? മൂന്നാമത്തെ കണക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പാർട്ട്നേഴ്സ് ഉണ്ട്, അവർ 2:1 ആയിട്ട് വീതിക്കുന്നു. പുതിയതായിട്ട് ഒരാളെ എടുത്തു, 1/4 ഷെയർ ആണ്. 60,000 പ്രോഫിറ്റ് ഉണ്ട്. ലോസ് എന്ന് പറയുന്നത് അവരുടെ ഓൾഡ് ഷെയർ അനുസരിച്ച് വിധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പം നോക്കാം. അപ്പോൾ നമ്മളോട് പറയുന്നതേ ഉള്ളൂ. എന്താണ്? 30,000 റുപ്പീസാണ് ഒരാൾക്കുള്ളത്, 15,000 അടുത്ത ആൾക്ക് 50,000. എങ്ങനെ കിട്ടി? പുതിയ റേഷ്യോ വെച്ച് നമ്മൾ വിധിച്ചു കൊടുത്തിരിക്കുകയാണ്. 60,000 2:1 ആയിട്ട് വിധിച്ചു. ഇനി ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 5,000 റുപ്പീസ് ഉണ്ട്. അത് എങ്ങനെ വിധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ പഴയ റേഷ്യോ 2:3 2/3 1/3. അപ്പൊ ആദ്യത്തെ ആൾ എന്ന് പറയുന്ന ആൾ അതിന്റെ 2/3 സഹിക്കണം. കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പോയിന്റ് ഒക്കെ വരും. 10,000 ഡിവൈഡഡ് ബൈ 3 3,333. അപ്പം 3,9 ഇഷ്ടം 10 10,000 divided by 3 5,000 divided by 3 ആകുമ്പോൾ 10 3,333.33 വരും. കാൽക്കുലേറ്റർ അടിച്ച് നോക്കണേ. 5,000 into 2/3 വരുമ്പോൾ 3,333.3333 വരും. ഞാൻ പൈസ കളയുന്നു, ബാക്കി 3,333. രണ്ടാമത്തെ ബിക്ക് എത്ര? അയാൾ എത്ര സാക്രിഫൈസ് ചെയ്യണം? മൊത്തമുള്ള 5,000 1/3. അപ്പോൾ അവിടെ കഴിയുമ്പോൾ 5,000 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 1/3 2 6 6 6 6 6 പോകും. അത് നമ്മൾ റൗണ്ടാക്കി എടുക്കുമ്പോൾ 1,667 രൂപ. 1,667 രണ്ടൂടെ കൂട്ടുമ്പോൾ എത്ര വരും നമുക്ക് നോക്കാം? 5,000 രൂപ. കറക്റ്റാണ്. നമുക്ക് കൂട്ടി വെക്കുമ്പോൾ 2 5,000 രൂപ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു?
എ എന്ന് പറയുന്ന ആള് ഇയാൾക്ക് കൊടുക്കേണ്ട ഡിഫറൻസ് ആയ 5,000 റുപ്പീസ് ഉണ്ട്. ആ 5,000 റുപ്പീസിനെ 2/3 5,000 റുപ്പീസിന്റെ 2/3 എന്ന് പറയുമ്പോൾ 3,333. അതെങ്ങനെ ചെയ്യും? 5,000 into 2 അടിക്കുക, ഡിവൈഡഡ് ബൈ 3 അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് അത്. ബി എന്ന് പറയുന്ന ആൾക്കും ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസ് ആയ 5,000ന്റെ 1/3 അത് കണ്ടുപിടിക്കുമ്പോൾ ഇത്രയും കിട്ടും. ഇനി നമ്മൾ എങ്ങനെ എഴുതി? ഇപ്പോൾ 30,000 രൂപ ഉണ്ട്. അയാൾക്ക് എത്ര പറയും? 3,333 രൂപ പറയും. ബാക്കി എത്ര അയാൾക്ക് കിട്ടും? 26,667 രൂപ. നേരത്തെ നമ്മൾ എഴുതിയെങ്കിൽ അതുപോലെ നമ്മൾ കുറച്ചൊക്കെ എഴുതുമായിരുന്നു. ഓക്കെ, അടുത്ത അയാൾക്ക് എത്ര പറയും? 1,667 രൂപ. ബാക്കി എത്ര? 13,331 രൂപ. ബാക്കിയുള്ള 13,331 രൂപ. ഇയാൾക്ക് എത്ര കിട്ടും? ആദ്യത്തെ ആളിൽ നിന്ന് 3,333 രൂപ കിട്ടും. രണ്ടാമത്തെ ആളിൽ എത്ര കിട്ടും? 1,667 കിട്ടും. രണ്ടുകൂടി ചേർക്കുമ്പോൾ 20,000 രൂപ. കൂട്ടി വെക്കുമ്പോൾ 7 3 10, 1 6 7 3 10, 1 3 4 6 10, 1 3 4 6 10, 1 2 3 4 60,000 രൂപ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്യാരണ്ടി പഠിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഗ്യാരണ്ടിയെ പറ്റിയുള്ള വ്യക്തത വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വ്യക്തമായിട്ട് ഗ്യാരണ്ടിയോടെ പഠിച്ചു വയ്ക്കുമ്പോൾ അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാം മനസ്സിലായി ഞാൻ ധരിക്കുന്നത്. ഈ പറഞ്ഞ ചാപ്റ്ററിനകത്ത് എന്താണ് പാർട്ണർഷിപ്പ്, പാർട്ണർ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, അതിൻ്റെ ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ റൂൾസ് ആപ്ലിക്കബിൾ ആബ്സൻസ് എഗ്രിമെൻറ്റ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പഠിച്ചു. അത് 2 മെത്തേഡ് പഠിച്ചു. ഏതൊക്കെ മെത്തേഡാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പഠിച്ചു. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പഠിച്ചു. ചില കണക്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തരൂലെന്ന് പറഞ്ഞു. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ക്ലോസിംഗ് ക്യാപിറ്റലോടെ ഡ്രായിങ്സ് കൂട്ടിയിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ കുറയ്ക്കിട്ട് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. അങ്ങനെ കണ്ടുപിടിച്ച് അതിനാണ് പലിശ കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പലിശ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ചില കണക്കുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാപനം നഷ്ടത്തിലാണെങ്കിൽ പലിശ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടുള്ള ചെറിയ കണക്കുകൾ ഒരു കണക്കുകളുടെ പുസ്തകത്തിനകത്ത് കാണണം. അത് ചെയ്ത് നോക്കണം. പിന്നെ പഠിച്ച ഇൻട്രസ്റ്റ് ഓൺ ഡ്രായിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രായിങ്സിനകത്ത് നമ്മൾ വ്യത്യസ്തമായ പല രീതികൾ എങ്ങനെയാണ് ബിഗിനിങ്, എൻഡ്, മിഡിൽ, മന്തിൻ്റെ ക്വാർട്ടറിൻ്റെ ബിഗിനിങ്, എൻഡ്, മിഡിൽ, അത് രണ്ടാമത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ പഠിച്ചത് ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന രീതി, പ്രോഡക്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കുന്ന രീതി. പിന്നെ റേറ്റ് എന്ന് പറയുക ഡേറ്റ് ഓഫ് വിഡ്രാവൽ തന്നിട്ടില്ലെങ്കിൽ എല്ലാ മാസവും പിൻവലിക്കുന്നതിലേക്ക് എങ്ങനെ കണ്ടുപിടിക്കും, അതെല്ലാം പല പല ഡേറ്റിൽ പല പല എമൗണ്ട് ആണെങ്കിൽ കണ്ടുപിടിക്കും. അത്രയും നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മൾ മിനിമം ഗ്യാരണ്ടിയിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്യാം. നോക്കി വയ്ക്കുക. താങ്ക് യു.